Hello dear students, welcome to new chapter. The chapter is regression. This is our first lecture regarding regression. In this lecture we are going to discuss the meaning of regression, what is a dependent and independent variable, types of the regression, line of best fit and methods of drawing regression line. And these are the important contents of this first lecture. So what is the regression, what is the dependent and independent variable, and types of regression, and line of best fit and method of drawing regression line. Okay, let us start the concept of the regression. And before that's a correlation. What is a correlation? The correlation means the relationship between the two variables. The term is known as the correlation. But the regression is quite different. And here there is a relationship between the variable, but we are expressing the cause and effect relationship. The regression is like an analysis for establishing the cause and the effect relationship. That is change as compared to the correlation. The regression always expressing the cause and the effect relationship. And otherwise it means estimation or prediction of unknown value of one variable from non-value of the other variable. അത് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മുടെ കോസും ഇഫക്റ്റും റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യുന്ന എലമെന്റ് ആണ്. അതായത് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒരു വാല്യൂ നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യണം, ഒരു അൺനോൺ വാല്യൂ നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാരിയബിൾസ് വെച്ചുകൊണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള വാരിയബിൾസ് വെച്ചുകൊണ്ട് നിങ്ങളൊരു അൺനോൺ ആയിട്ടൊരു വാരിയബിൾ പ്രിഡിക്റ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് എ റിഗ്രഷൻ. That analysis is known as your regression. The regression analysis in general sense that means estimation or prediction of unknown value. നിങ്ങളുടെ കയ്യിലില്ലാത്തൊരു വാല്യൂ നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്ത് പറയാണ് ഫ്രം ദ നോൺ വാല്യൂ ഓഫ് അതർ വാല്യൂ. നിങ്ങൾക്ക് കയ്യിലിരിക്കുന്ന വാരിയബിൾസ് വെച്ചുകൊണ്ട് നിങ്ങൾ അറിയാത്തൊരു വാരിയബിളിനെ പ്രിഡിക്റ്റ് ചെയ്യുന്ന പറയുന്ന പ്രോസസ്സാണ് ദാറ്റ് ഈസ് എ റിഗ്രഷൻ. Therefore there is a cause and the effect relationship. For example, what is the cause and effect relationship? The cause means always why and effect means what. Suppose it started raining, മഴ പെയ്തപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കുട ചൂടേണ്ടി വരും. ദാറ്റ് മീൻസ് ഐ നീഡ് ആൻ അംബ്രല്ല. ദാറ്റ് ഈസ് ഇഫക്റ്റ്. ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ. നമുക്ക് എപ്പോഴും കോസുകൾ ഉണ്ടായിരിക്കാം, ഇഫക്റ്റുകൾ ഉണ്ടായിരിക്കാം. കോസിനനുസരിച്ച് ഇഫക്റ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പാണ് എവിടെ പ്രൂവ് ചെയ്യണത്, റിഗ്രഷനിൽ നമ്മൾ പ്രൂവ് ചെയ്യണത്. ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ. കോസ് എന്താണ് കാരണം ഇപ്പം മഴ പെയ്യുന്നു, അതിൻ്റെ ഇഫക്റ്റ് എന്താണ്, അതോടെ നമുക്ക് അംബ്രല്ല ആവശ്യമാണ്, കുട ആവശ്യമായിട്ട് വരും, അംബ്രല്ലാസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. This relationship is known as the cause and the effect relationship. There is a normal element. ഇതാണ് റിഗ്രഷൻ്റെ ഏറ്റവും നോർമൽ ആയിട്ടൊരു എലമെന്റ്. കാരണം അവിടെ കോസും ഇഫക്റ്റും നമ്മൾ റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ ഒരു അൺനോൺ വാല്യൂ പ്രിഡിക്റ്റ് ചെയ്യാണ്, നമ്മുടെ കയ്യിലുള്ള വാരിയബിൾസ് വെച്ചിട്ട് ഒരു അൺനോൺ വാല്യൂ പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിഗ്രഷൻ. According to M. Blair, regression analysis is a mathematical measure of the average relationship between two or more variables. Listen, according to Blair states that regression is always average relationship, pure relationship, average relationship between two or more variable in terms of original unit of data. ഇവിടെ കോറിലേഷൻ്റെ ഭാഗം നമുക്ക് എന്താണ്, കോറിലേഷൻ പ്യുവർ റിലേഷൻഷിപ്പ് ആയിരിക്കും. കോറിലേഷൻ നമുക്ക് പ്യുവർ റിലേഷൻഷിപ്പാണ്, ടു ഓർ മോർ വാരിയബിളിന്റെ പ്യുവർ റിലേഷൻഷിപ്പ് കാണാൻ സാധിക്കും. പക്ഷേ ബ്ലയർ പറയുന്നത് ദറ്റ്സ് എ ആവറേജ് റിലേഷൻഷിപ്പ് ബിക്കോസ് ദർ ഇസ് എ കോസ് ആൻഡ് ഇഫക്റ്റ്. അതുകൊണ്ട് ആവറേജ് റിലേഷൻഷിപ്സ് ആണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. ദാറ്റ് ഈസ് എ ടീം റിഗാർഡിംഗ് യുവർ റിഗ്രഷൻ. ഇറ്റ്സ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾ ഇൻ ടേംസ് ഓഫ് ഒറിജിനൽ യൂണിറ്റ് ഓഫ് ഡാറ്റ. ദ ടീം ഇസ് നോൺ ആസ് യുവർ റിഗ്രഷൻ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രണ്ട് വാരിയബിൾ ആണ്. വൺ ഈസ് എ ഡിപ്പെൻഡന്റ് വാരിയബിൾ, another one is independent variable. In regression we can see the two important variables. നമ്മൾ പറഞ്ഞു അതായത് നമ്മൾ അൺനോൺ വാല്യൂസ് പ്രിഡിക്റ്റ് ചെയ്യണം. ഈ അൺനോൺ വാല്യൂസ് പറഞ്ഞാൽ എപ്പോഴും ഡിപ്പെൻഡന്റ് വാരിയബിൾ ആയിരിക്കും. നോൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡിപെൻഡന്റ് വാരിയബിൾസ് ആയിരിക്കും. ദാറ്റ് ഇസ് എ ലോജിക്. So there is a relationship between one variable is dependent and one or more other variable that's independent. രണ്ട് വാരിയബിൾ ഉണ്ടായിരിക്കും, നോൺ വാല്യൂ ഉണ്ടായിരിക്കും, അൺനോൺ വാല്യൂസ് ഉണ്ടായിരിക്കും. നോൺ വാല്യൂസിനെ പറയുന്ന പേരാണ് ഇൻഡിപെൻഡന്റ് വാരിയബിൾസ്.
ഈ നോൺ വാല്യൂസിനെ എപ്പോഴും നമ്മൾ പറയുക ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നാണ് പറയുക. ദ അൺനോൺ വാല്യൂസ് ഇറ്റ്സ് നോൺ ആസ് എ ഡിപെൻഡന്റ് വേരിയബിൾ. അൺനോൺ പറയുന്ന പേരാണ് ഡിപെൻഡന്റ് വേരിയബിൾ. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിഗ്രഷനിൽ കാണാനായിട്ട് സാധിക്കുക. ദാറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിപെൻഡന്റ് ആൻഡ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. The regression analysis association between one variable and one or more other variable. The one variable that means known as a dependent and one or more other variable is known as independent. There is a relationship with the dependent and independent variable. There is a cause and effect relationship, and there is a relationship between the dependent and independent variable. There is an average relationship. ഇതിനെയാണ് റിഗ്രഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ട് പ്രൂവ് ചെയ്യുന്നത്. Let's see the concept of the dependent and independent. എങ്ങനെ ഡിപെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കണക്റ്റഡ് ആണെന്ന് പറയാൻ പോവുകയാണ്. ഹൗ ദ ഡിപെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആർ റിലേറ്റിംഗ് വിത്ത് യുവർ ദ റിഗ്രഷൻ. സോ ലിസൺ, ദിസ് റിലേഷൻ ബിറ്റ്വീൻ ദ ഡിപെൻഡന്റ് ആൻഡ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇങ്ങനെയാണ് നമ്മുടെ നോർമൽ റിഗ്രഷൻ ഇക്വേഷൻ എഴുതുക. y ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. ഇങ്ങനെയാണ് നോർമൽ ആയിട്ടൊരു റിഗ്രഷൻ്റെ ഇക്വേഷൻ വരാം. ദിസ് നോർമൽ ഇക്വേഷൻ ഒരു റിഗ്രഷൻ ഇക്വേഷൻ ആണ്. ഹിയർ വി ക്യാൻ സി ദ y a പ്ലസ് b ഇൻറ്റു എക്സ്. And y stands for the dependent variable. ഈ y നെ പറയുന്ന പേരാണ് ഡിപെൻഡന്റ് വാരിയബിൾ. The dependent variable is known as the unknown value. There is a prediction. ഇതാണ് y ആണ് നമ്മൾ കണ്ടെത്തുന്നത്. ഈ കണ്ടെത്തന്നെ പറയുന്ന പേരാണ്. ഇസ് പ്രിഡിക്റ്റ് ചെയ്യേണ്ടത് y ആണ്. സോ റിസൺ the y is unknown ആയിരിക്കും ഇപ്പോൾ. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഇസ് ഡിപെൻഡന്റ്. y is your the dependent variable. x is your the independent variable. X നെ പറയുന്ന പേരാണ് independent variable. That means non values are the independent. X is your the independent. X എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ദാറ്റ് ഇസ് നോർമൽ ഇക്വേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. നോർമൽ ആയിട്ട് റിഗ്രഷൻ y ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. ഇതിൽ y ആണ് നിങ്ങൾക്ക് കണ്ടെത്തേണ്ടത്. കണ്ടെത്തേണ്ടത് പറയുന്ന പേരാണ് ഡിപെൻഡന്റ് വേരിയബിൾ. എക്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ y കണ്ടെത്തുക. അപ്പോൾ എക്സിനെ പറയുന്ന പേരാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ആൻഡ് വാട്ട് ഇസ് a? A ഇസ് എ സ്ലോപ്പ്. എനെ നോർമലായിട്ട് പറയാം സ്ലോപ്പ് ആയിട്ടെന്ന് പറയാം. Slope of the line, sorry, a is the intercept. A നെ പറയുന്ന പേര് intercept എന്നാണ് പറയുക. A is normally intercept. The value y when x equal to 0. Intercept എന്നാണ് പറയുക. A എന്ന് പറയുന്നൊരു intercept എന്നാണ് പറയുക. B is the slope. B നെ പറയുന്ന പേരാണ് slope of the line. Slope of line എന്നാണ് പറയുക. So there is a simple regression equation. ഇതൊരു സിമ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ ആണ്. ഇവിടെ നമ്മളിത് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എങ്ങനെ കണക്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് നമുക്ക് കണ്ടെത്തേണ്ട വേരിയബിൾ ആണ്, അതാണ് ഡിപെൻഡന്റ് വേരിയബിൾ. That means unknown ആണ്, unknown values ആണ് നമുക്ക്. അതിനെ പറയുന്ന പേരാണ് ഇസ് എ ഡിപെൻഡന്റ്. y is a dependent variable. x is a non value. x is known as your the independent. x നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് y നെ ഡിപെൻഡന്റ് ആയിട്ട് അസ്യൂം ചെയ്യുക. ആൻഡ് a is intercept. a എന്ന് പറയുന്നത് intercept ആണ്. And b is the slope of the line. So this is a simple regression equation. y stands for your the predicted means you are the independent. y is independent and a is intercept and b is a coefficient or the slope. Coefficient എന്ന് പറയും, slope എന്ന് പറയും. x is your the what is the x? y is representing your the dependent. y is your the predicted value. That means it is a dependent value. x is independent. predictor എന്ന് പറയുന്ന പേരാണ് is independent. predictors എന്ന് പറഞ്ഞാൽ ഇത് independent variables ആണ്. ഓക്കെ, ദ സെയിം എലമെന്റ് ആണ്. ഈ സെയിം എലമെന്റ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. y എന്ന കൺസെപ്റ്റ് ആണ് ഇപ്പോഴും നമ്മൾ കണ്ടത്. അൺനോൺ ആയിട്ടുള്ള വാല്യൂ. That means prediction of the unknown value. What is the prediction of unknown value? That's a y. Y is a prediction of the unknown value. Y stands for the dependent. That's a predicted value. That's a dependent. X is a non-value. X is a non-value. X is known as your the independent. X is your the independent. X നെ പറയുന്ന പേരാണ് independent values. അപ്പോൾ ഇതാണ് നോർമലായിട്ട് നമ്മൾ ആ ഇക്വേഷൻ എന്ന കൺസെപ്റ്റോടെ റിഗ്രഷൻ. അപ്പോൾ റിഗ്രഷനിൽ ഒരു ഇക്വേഷൻ എപ്പോഴും കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഡിപ്പെൻഡന്റ് വാല്യൂ ഇൻഡിപെൻഡന്റ് വാല്യൂസ് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. So the regression means is estimation of prediction of the unknown value, that is y, predicting the y. Y is a dependent variable on one variable, from the non values of other variable. The non values on x is independent. X is representing your independent. A is intercept and b is slope or the coefficient. That is a relationship between the dependent and the independent variable in the regression. Okay, let us explain what is a dependent and the independent variable. What is a dependent and the independent variable? So what is a dependent variable? The dependent variable is a dependent on independent variable. അത് ഡിപ്പെൻഡ് ചെയ്തെടുക്കുന്ന വേരിയബിൾ ആയിരിക്കും. ഇൻഡിപെൻഡന്റ്, അതായത് y is a dependent variable. ഈ ഇക്വേഷൻ y is the dependent variable. അത് എന്തിനോട് ഡിപ്പെൻഡ്? എക്സിനോട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുകയാണ്. എക്സ് ഈസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പോൾ എക്സിനോട് ഡിപ്പെൻഡ് ചെയ്തെടുക്കുന്ന വേരിയബിളിനെ പറയുന്ന പേരാണ് is a dependent. Okay,
So the dependent on the independent variable, the dependent variables, these are the dependent on independent variable. The dependent variable is always എന്താണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് ഇൻഡിപെൻഡന്റ് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദിസ് വാരിയബിൾ ഹൂസ് വാല്യൂസ് ഇൻഫ്ലുവൻസ്ഡ് ഓർ ടു ബി പ്രിഡക്റ്റഡ് സ്കോൾ ഡിപ്പെൻഡന്റ് വാല്യൂ. കാരണം പ്രിഡക്റ്റ് ചെയ്ത് വരുന്ന എലമെന്റ് പ്രിഡക്റ്റഡ് വാല്യൂ ആയിരിക്കും. നമ്മൾ പറയും വൈ എന്ന് പറഞ്ഞ പ്രിഡക്റ്റഡ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ പ്രിഡക്റ്റ് ചെയ്ത് വരുന്ന വാല്യൂ ദ വാരിയബിൾ ഹൂസ് വാല്യൂസ് ഇൻഫ്ലുവൻസ്ഡ് ഓർ ഈസ് ടു ബി പ്രിഡക്റ്റഡ് ഇസ് കോൾഡ് ദ ഡിപ്പെൻഡന്റ് വാരിയബിൾ. പ്രിഡക്റ്റ് ചെയ്ത് വരുന്ന വാല്യൂ, ഇവിടെ വൈ എന്ന് വന്ന് പ്രിഡക്റ്റ് ചെയ്ത് വരുന്ന വാല്യൂ ആണ്. ദിസ് എ പ്രിഡക്റ്റഡ് വാല്യൂ ആണ്. സോ ഇറ്റ്സ് നോൺ ആസ് യുവർ ദ dependent. And what is independent variable? An independent variable is used for prediction. Prediction വേണ്ടി യൂസ് ചെയ്യുന്ന വാരിയബിൾ ആയിരിക്കും. അപ്പോൾ അല്ലെ നമുക്കിവിടെ വൈ കണ്ടെത്താൻ എന്താണ് എക്സ് ഉണ്ടെങ്കിൽ മാത്രമേ വൈ കണ്ടെത്താൻ സാധിക്കുള്ളൂ. എക്സ് ഒക്കെ നമ്മുടെ പ്രിഡക്റ്റേഴ്സ് ആണ്. അപ്പോൾ പ്രിഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വാല്യൂസ് വിച്ച് ഇൻഫ്ലുവൻസ് ദ വാല്യൂ ഈസ് യൂസ്ഡ് ഫോർ പ്രിഡക്ഷൻ ഇസ് കോൾഡ് ദ ഇൻഡിപെൻഡന്റ് വാരിയബിൾ. പ്രിഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാരിയബിൾ എന്ന് പറയുന്ന പേരാണ് ഇൻഡിപെൻഡന്റ് വാരിയബിൾ. ഇക്വേഷൻ എക്സ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിഡക്ഷൻ. അല്ല എക്സ് എന്ന് പറഞ്ഞ പ്രിഡക്ടറാണ്, പ്രിഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വാരിയബിൾ ആണ്. എക്സ് ഈസ് ഇൻഡിപെൻഡന്റ് വാരിയബിൾ. വൈ ഈസ് പ്രിഡക്റ്റഡ് വാല്യൂ ആണ്, പ്രിഡക്റ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ്. സോ വൈ ഈസ് സ്റ്റാൻഡ്സ് ഫോർ ദ ഡിപെൻഡന്റ് വാല്യൂ. ഓക്കെ, സോ ദ ഇൻഡിപെൻഡന്റ് വാരിയബിൾസ് വാരിയബിൾ ദ എക്സ്പെരിമെന്റൽ ചേഞ്ച് ഓർ കൺട്രോൾ assume to have a direct effect on the dependent variable. കാരണം ഇൻഡിപെൻഡന്റ് വാരിയബിൾ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ആ ഒരു ചേഞ്ച് കൊണ്ടായിരിക്കും ഡിപ്പെൻഡന്റ് വാരിയബിൾ മാറ്റങ്ങൾ സംഭവിക്കുക. സോ എക്സ്പെരിമെന്റൽ ചേഞ്ച് കൺട്രോൾ ടു ഹാവ് ഡയറക്റ്റ് ഇഫക്റ്റ് ഓൺ ഡിപ്പെൻഡന്റ് വാരിയബിൾ. ഡിപ്പെൻഡന്റ് വാരിയബിൾ ഡയറക്റ്റ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. കാരണം വൈക്ക് എന്ത് മാറ്റം ഉണ്ടാവുന്ന പറഞ്ഞത് എക്സലിലെ മാറ്റങ്ങളാണ്. അപ്പോൾ ഇതിനെ എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള വാരിയബിളിനെ പറയുന്ന പേരാണ് ഇസ് എ ഡിപ്പെൻഡന്റ് വാരിയബിൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വാരിയബിൾ. വാട്ട് ഇസ് എ ഡിപ്പെൻഡന്റ് വാരിയബിൾ whose values influence or is to be predicted is called the dependent variable. What's independent variable? The variable which influence the value or used for the prediction is called the independent variable. These are the two important variables. There is a dependent and the independent variable. Okay, then how the cause and effect are related? Okay, listen, as a regression point, one of the important element is a cause and effect. Because of rain and we have to use umbrella. What is the cause? Cause and effect and variable relate ചെയ്യുന്നത്. Okay, the causes are relating with the independent variable. Okay, so y equal to a plus bx and x is independent variable. X is representing the cause. X is the cause. Effect is relating the dependent variable. Y is the effect. Y is the dependent variable. So y is the effect. X is the cause. So listen. The causes are relating with the independent variable. Effect are relating with the dependent variable. The cause means is the independent variable. The cause is always independent variable. And here the x is the cause. Cause is the independent variable. Okay. Then y is the effect. Y is the effect. Y is the dependent variable. Okay, that is a logical relation, the cause and effect. The causes are always relating with the independent variable and effect is always relating with the dependent variable. That's a normal tendency of the cause and effect in your regression. And the two important variables, there is a dependent and the independent variable. And the dependent variable is a variable whose values influenced or is to be predicted is called the dependent variable. And independent variable, what is independent variable? An independent variable which is influence the value or is used for prediction. Used for prediction is called the independent variable. There is a dependent and there is independent values. And the dependent variables are relating with the effect and independent variables are relating with the cause. Okay, there is a dependent and the independent value and the variables. Okay, what is the regression? The regression means is a estimation or prediction of the unknown value. You are predicting the y from the known value. The known value is x. The known value is x. X is known as the independent. There is a cause and the effect relationship. And the cause and effect, the causes are independent variable and effect are the dependent variable. Okay, and after that are the types of regression. There are normal different types of regression. Like the correlation, the different types of the regression. Okay, let us explain the different types of the regression. The first category of the regression is simple regression. Simple means there is only the two variable, one dependent variable, one independent variable. That is a simple regression.
The simple regression, there is only two variables. There is one dependent variable and one independent variable. Okay, the simple regression is a statistical method that you allow some study the relationship between two continuous variables. Two variables, one is dependent, another one is independent. The one variable x is to be known as a predictor. X is always your the independent variable and y is your the dependent variable. So that is normally നമ്മൾ പറയാറുണ്ട്, നോർമലി പറഞ്ഞു y equal to a plus. ഇതിനെ പറയുന്നത് സിമ്പിൾ റിഗ്രഷൻ ആണ് പറയുക. Y is the dependent variable, x is independent variable, and here there is a y is your the dependent variable, x is your the independent variable. അപ്പോൾ രണ്ട് വേരിയബിൾ വെച്ചുകൊണ്ട് മാത്രമാണ് റിഗ്രഷൻ ഫ്രെയിം ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ റിഗ്രഷൻ. അവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഒരു ഡിപെൻഡന്റ് വേരിയബിളെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ y equal to b0 plus b1 x1. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു x1 ഒരു ഒറ്റ x1ഉം ഒരു y-യും ഒരു x-ഉം മാത്രം ഇവിടെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ദാറ്റ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ പോലും അതിനെ പറയും. ദാറ്റ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ കൂടി അതിനെ പറയാറുണ്ട്, കാരണം അവിടെ ഒറ്റ വേരിയബിൾ മാത്രമേ കാണാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് സോ ദാറ്റ് ഈസ് എ സിമ്പിൾ റിഗ്രഷൻ. What is a multiple regression? In case of the multiple regression, we have to predict the value of the variable based on the two or more other variable. ഇവിടെ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വരാം. കാരണം ഇവിടെ നമുക്ക് സിമ്പിൾ റിഗ്രഷനിൽ ആകെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേ വന്നുള്ളൂ. പക്ഷെ മൾട്ടിപ്പിൾ റിഗ്രഷൻ ദർ ഈസ് വേരിയബിൾ ബേസ്ഡ് ഓൺ ടു ഓർ മോർ അതർ വേരിയബിൾ. രണ്ടിൽ മീൻസ് ഒരു വേരിയബിൾ ടു ഓർ മോർ ആയിരിക്കും, ചിലപ്പോൾ ഒരുപാട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ വരാം. ദാറ്റ് മീൻസ് x1. സോ ലുക്ക് അറ്റ് ഹിയർ ദ മൾട്ടിപ്പിൾ റിഗ്രഷൻ. യു ക്യാൻ സീ ദ x1, x2, then up to xn. ദാറ്റ് മീൻസ് ഇത് കൂടിക്കൊണ്ടിരിക്കാം. അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് കൂടിക്കൊണ്ടിരിക്കാം. x1 ഉണ്ടായിരിക്കും, x2 ഉണ്ടായിരിക്കും. ബട്ട് ഇവിടെ നോക്കിക്കാൻ സിമ്പിൾ ആ ഒരു x1 മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. മൾട്ടിപ്പിൾ ആകുമ്പോൾ x1 വരും, x2 വരും, then x3 വരും, x4 വരും. അപ്പോൾ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതിനാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുക. ദാറ്റ് മീൻസ് നമ്മൾ പ്രിഡക്റ്റ് ചെയ്യേണ്ടത് എലമെന്റ് എന്താണ്? ഡിപെൻഡന്റ് വേരിയബിൾ y തന്നെയാണ് പ്രിഡക്റ്റ് ചെയ്യുന്നത്. ഇവിടെ y പ്രിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മൾട്ടിപ്പിൾ റിഗ്രഷൻ y പ്രിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വരണം. x1 വരുന്നു, x2 വരുന്നു, x3 വരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. ഓക്കെ, ദാറ്റ്സ് എ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ദ റിഗ്രഷൻ. ദ വൺ ഈസ് എ സിമ്പിൾ റിഗ്രഷൻ, അനദർ വൺ ഈസ് എ മൾട്ടിപ്പിൾ റിഗ്രഷൻ. ആൻഡ് സിമ്പിൾ റിഗ്രഷൻ, there's a relationship with two variables. There's one dependent variable and one independent variable. Multiple regression, there is only one dependent variable. It's a one dependent variable y, but it's two or more independent variable. രണ്ടോ അതിലധികം ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വരാം. Two or more other variable is known as the independent variable. അപ്പോൾ അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. Look at this example. In the symbol is y equal to b0 plus b1 x1. Only y is stands for your the dependent variable and x1 stands for your the independent variable. So that's only one independent variable and one dependent variable. But the multiple regression, there is one dependent variable, y is one dependent variable, okay, but the more than two or more independent variable, that's x1, x2, x3 up to x2 or more independent variable. That is a multiple regression. That's the first category of regression, the simple regression and the multiple regression. And after the linear regression, one of the important element is linear regression. A linear regression means like a straight line curve. നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ആണ് കിട്ടുന്നതെങ്കിൽ, ലിസൺ, നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പ്ലോട്ട് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന ലീനിയർ റിഗ്രഷൻ. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ ചേഞ്ച് സംഭവിക്കുകയാണ്. ഇൻ ലീനിയർ റിഗ്രഷൻ, ചേഞ്ച് ഇൻ ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഈസ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അത് ഡിപ്പെൻഡന്റ് വേരിയബിളിൽ ചേഞ്ച് ഉണ്ടാകുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ. ഇൻ ലീനിയർ റിഗ്രഷൻ, ദ ചേഞ്ച് ഇൻ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഈസ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചേഞ്ച് ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും സംഭവിക്കുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലീനിയർ റിഗ്രഷൻ. അപ്പം അതിന്റെ കർവ്സ് ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ലീനിയർ റിഗ്രഷൻ, y equal to a plus bx. y is the dependent variable, then x is the independent variable. അതിൻ്റെ റിലേഷൻഷിപ്പ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലീനിയർ റിഗ്രഷൻ. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ കർവ്. It's proportionate change in that's a proportionate change in independent variable lead to the dependent variable. The change in dependent variable is proportionate to change in the independent variable. That is a linear regression. Okay, another one is non-linear regression. Not just reverse, but a proportionate ആയിട്ടല്ല ചേഞ്ച് സംഭവിക്കുക. In non-linear regression, the change in dependent variable is not proportionate to the change in the independent variable.
ഇവിടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എല്ലാ ചേഞ്ച് സംഭവിക്കുകയാണ്. ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് അല്ല, ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് അല്ല ഡിപ്പെൻഡന്റ് വേരിയബിൾ സംഭവിക്കുന്നത്. അങ്ങനെ വരുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നോൺ ലീനിയർ റിഗ്രഷൻ. ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ കർവ്. അതൊരിക്കലും സ്ട്രേറ്റ് ലൈൻ ആയിരിക്കില്ല, കാരണം ജസ്റ്റ് ചേഞ്ചസ് കാണാം. സ്ട്രേറ്റ് ലൈൻ അല്ലാണ്ട് ആ കർവ്സും കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് എ നോൺ ലീനിയർ റിഗ്രഷൻ. Okay, these are different categories of the regression. There is simple regression, there is only one dependent variable and one independent variable. Multiple regression, there is one dependent variable and two or more independent variables. So that is a multiple regression. And linear regression, there is a proportionate change in the two variables. There is a proportionate change. It's like a straight line curve. Look at this diagram, it's a straight line curve. But non-linear regression, there is no proportionate change in the dependent and independent variable. It's not a straight line curve. Just means there is a change. It's not a straight line curve. That's a non-linear regression. These are different types of the regression. Okay, now to the line of best fit. എന്താണ് regression line? Line of best fit is known as a regression line. ഓക്കെ, നമ്മൾ സാധാരണ ഈ എക്സും വൈയും പ്ലോട്ട് ചെയ്ത് സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്താണ് വരയ്ക്കുക. ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ടാണ് നമുക്ക് ലൈൻ വരയ്ക്കാനായിട്ട് സാധിക്കും എപ്പോഴും. When the given bivariate that നമുക്കറിയാം രണ്ട് ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ടായിരിക്കും, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടായിരിക്കും. Y is represent the dependent variable, X is your the independent variable. Then അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഡാറ്റ നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുക, പ്ലോട്ട് ചെയ്യണം. If the points of the scatter diagram concentrate around a straight line, നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നിങ്ങൾ look at this diagram, ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ എക്സാമ്പിൾ this diagram, നിങ്ങൾ സ്കാറ്റർ ഡയഗ്രാം is a Y and there is X. Y is your the ഡിപ്പെൻഡന്റ് വേരിയബിൾ, എക്സ് ഈസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ഗ്രാഫിൽ ഫ്ലോട്ട് ചെയ്യണം. ഗ്രാഫിൽ ഫ്ലോട്ട് ചെയ്തിട്ട് നിങ്ങൾ നോർമലി സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അതിൻ്റെ കണക്ട് ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ കർവായിട്ട് തന്നെ വരുന്നെങ്കിൽ അതിനെ പറയുന്നത് ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ദ പോയിന്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം കോൺസെൻട്രേറ്റ് അറൌണ്ട് സ്ട്രെയിറ്റ് ലൈൻ. നിങ്ങൾ ഫ്ലോട്ട് ചെയ്ത പോയിന്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാറിയാണ് വരുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇറ്റ്സ് എ ലൈൻ ഓഫ് ദ ബെസ്റ്റ് ഫിറ്റ് ഓർ ദ റിഗ്രഷൻ ലൈൻ. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം വരച്ചു മീൻസ് സ്കാറ്റർ ഡയഗ്രാം നിങ്ങൾ പ്ലോട്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ പ്ലോട്ടിംഗ് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ രൂപത്തിലാണ് എടുക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിഗ്രഷൻ ലൈൻ ഓർ ദ ലൈൻ ഓഫ് ദ ബെസ്റ്റ് ഫിറ്റ്. ദ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഇസ് എ ലൈൻ വിച്ച് ഇസ് ക്ലോസ് ടു ദ പോയിന്റ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. നോക്കി കാണാൻ സാധിക്കും, ക്ലോസ് ഡയഗ്രാം സ്ട്രെയിറ്റ് ലൈനിക്ക് ക്ലോസ് ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ദിസ് ലൈൻ ഈസ് നോൺ ആസ് എ റിഗ്രഷൻ ലൈൻ ഓർ ദ ലൈൻ ഓഫ് ദ ബെസ്റ്റ് ഫിറ്റ്. ദ റിഗ്രഷൻ ലൈൻ ഇസ് എ ഗ്രാഫിക്കൽ ടെക്നിക് ടു ഷോ ദ ഫങ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ ദ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പോൾ നമുക്കറിയാം രണ്ട് വേരിയബിൾ ആണ് റിഗ്രഷനിൽ വരാം. ദർ ഇസ് എ ഡിപ്പെൻഡന്റ് ആൻഡ് ദർ ഇസ് എ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് പറയും നമ്മൾ സാധാരണ. y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ പല രീതിയിൽ പറയാം y ഈസ് റെപ്രസെൻറ്റിംഗ് യുവർ ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ, എക്സ് ഈസ് റെപ്രസെൻറ്റിംഗ് യുവർ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ആൻഡ് ഹിയർ നിങ്ങൾ ആ ഡയഗ്രാംസിൽ ആ വൈയും എക്സും പ്ലോട്ട് ചെയ്യണം. ആ പ്ലോട്ട് ചെയ്ത് കിട്ടുന്ന നിങ്ങൾ പ്ലോട്ടിംഗ് പോയിന്റ്സ് സ്ട്രെയിറ്റ് ലൈൻ രൂപത്തിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിഗ്രഷൻ ലൈൻ ഓർ ദ ലൈൻ ഓഫ് ദ ബെസ്റ്റ് ഫിറ്റ്. It's like a graphical technique to show the functional relationship between the dependent and the independent variable. Okay, that's one of the important elements is the line of best fit. Okay, and after that, what are the methods of drawing regression line? എങ്ങനെയാണ് റിഗ്രഷൻ ലൈൻസ് വരയ്ക്കാം? ദിസ് ഇസ് റിഗ്രഷൻ. നമുക്ക് സ്കാറ്റർ ഡയഗ്രാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതല്ലാണ്ട് എന്തൊക്കെ മെത്തേഡ് ഉണ്ട്? അത് ഫസ്റ്റ് മെത്തേഡ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് മീൻസ് നിങ്ങൾ ഗ്രാഫിൽ ഫ്ലോട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, this is a familiar concept that briefly describes the drawing the frequency curves. നമ്മൾ ഫ്രീക്വൻസി കർവ്സ് വരയ്ക്കുന്ന അതേ കൺസെപ്റ്റ് തന്നെ. ഫ്രീക്വൻസി കർവ്സ് നമ്മൾ വരയ്ക്കാറുണ്ട്. ഫ്രീക്വൻസി കർവ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ പ്ലോട്ട് ചെയ്യും, അല്ല വൈയും എക്സും ഐഡന്റിഫൈ ചെയ്ത് ആ പോയിന്റുകൾ നമ്മൾ പ്ലോട്ട് ചെയ്യും, എന്നിട്ട് അത് കണക്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുക. അതേ കൺസെപ്റ്റ് തന്നെയാണ്. വൈയും എക്സും, വൈ ഈസ് യുവർ ദ എന്താണ് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ, എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പോൾ വൈയും കിട്ടി എക്സും കിട്ടി. ഞാൻ റിലേഷൻഷിപ്പ് നിങ്ങൾ ജസ്റ്റ് പ്ലോട്ട് ചെയ്യുന്നു, പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുന്നു, അതിനുശേഷം അത് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ഇറ്റ്സ് എ ഫ്രീ ഹാൻഡ് കർവ്. ഇറ്റ്സ് എ ബ്രീഫ്ലി ഡ്രോയിങ് ദ ഫ്രീക്വൻസി കർവ് ആൻഡ് ദിസ് കർവ് ഈസ് സോ ഡ്രോ ദാറ്റ് മോസ്റ്റ് പോയിന്റ് കോൺസ്റ്റന്റ് അറൌണ്ട് ദ കർവ്. ഹൗ ദ സ്മൂത്ത്നെസ് ഷുഡ് നോട്ട് ബി സാക്രിഫൈസ് ട്രൈങ് ടു ലെറ്റ്. ഇപ്പോൾ ഇവിടെ ചെറിയ ചേഞ്ച് നമ്മൾ സാധാരണ ഈ രണ്ട് പോയിന്റ് കണക്റ്റിംഗ് കൈക്കൊണ്ടല്ല ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതാണ്. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്. സോ ദാറ്റ് യു ഡ്രോ ദ സ്ട്രെയിറ്റ് ലൈൻ ത്രൂ ദ പ്ലോട്ടഡ് പോയിന്റ് ഇൻസ്റ്റെഡ് ഓഫ് കർവ്സ് പോസിബിൾ. സാധാരണ ഫ്രീക്വൻസി കർവ്സ് വരയ്ക്കുന്നത് നമ്മൾ കൈക്കൊണ്ടാണ്. ജസ്റ്റ് നോർമൽ നമ്മുടെ ഹാൻഡ് മീൻസ് ജസ്റ്റ് ഹാൻഡ് കർവ്സ് ആണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ സ്കെയിൽ വെച്ച് കണക്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ പോകുന്നത്. സ്കെയിൽ കൊണ്ട് ഇത് കണക്ട് ചെയ്ത് പോവാം. അപ്പം അങ്ങനെ വരയ്ക്കുന്ന കൺസെപ്റ്റിനെ പറയുന്നതാണ് റിഗ്രഷൻ ലൈൻ. അങ്ങനെ നമുക്ക് റിഗ്രഷൻ ലൈൻസ് വരയ്ക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്.
Okay, the freehand curve method. A freehand curve method is a briefly described for drawing the frequency curve. In case of the time series scatter diagram, the given observation is plotted against the time on horizontal axis and the free smooth curve is drawn through the plotted points. നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മൾ പോയിന്റ്സ് പ്ലോട്ട് ചെയ്ത് അത് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുക. വരയ്ക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് ഈ ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, ദ കർവ് ഈസ് സോ ഡ്രോൺ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് കോൺസെൻട്രേറ്റ് അറൌണ്ട് ദ കർവ്. നമ്മൾ സാധാരണ ജസ്റ്റ് കണക്ട് ചെയ്ത് വരയ്ക്കുന്നു. ഹൗ ദ സ്മൂത്ത്നെസ് ഷുഡ് നോട്ട് ബി സാക്രിഫൈസ്ഡ് ഓൾ ദ പോയിന്റ്സ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ഡ്രോ ദ സ്ട്രെയിറ്റ് ലൈൻ ത്രൂ ദ പ്ലോട്ടഡ് പോയിന്റ്സ്. അപ്പോൾ സാധാരണ ഇവിടെ നമ്മൾ പോയിന്റ് കണക്ട് ചെയ്യുന്നു, ഇനി ഇതിൻ്റെ കണക്ട് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ കണക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ റിഗ്രഷൻ ലൈൻ. നമുക്കറിയാം ഇതിൻ്റെ കണക്ട് ചെയ്ത് വരുന്നതായിരിക്കും എൻ്റെ റിഗ്രഷൻ ലൈൻ. നോർമലി ഇതുമായി കണക്ട് ചെയ്ത് വരുന്നതിൻ്റെ റിഗ്രഷൻ ലൈനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്ത് വരയ്ക്കുന്നു, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് റിഗ്രഷൻ ലൈൻസ് വരയ്ക്കുകയാണ്. ഇറ്റ് ബെറ്റർ ടു ഡ്രോ ദ സ്ട്രെയിറ്റ് ലൈൻ ത്രൂ ദ പ്ലോട്ടഡ് പോയിന്റ് ഇൻസ്റ്റെഡ് ഓഫ് ദ കേഴ്സ്. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കും. സ്ട്രെയിറ്റ് ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ നോർമലി അത് നമ്മുടെ റിഗ്രഷൻ ലൈനായിട്ട് മാറാണ്. ദാറ്റ്സ് എ ഫസ്റ്റ് മെത്തേഡ് ഈസ് എ ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്. So these observations are plotted against the times of the horizontal axis, and we are connecting the line. The line is known as the regression line. This first method is a free hand curve method. Okay, and second one is a method of least square. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ലീസ്റ്റ് സ്ക്വയർ ഈസ് എ മെത്തേഡ് ഓഫ് മാത്തമാറ്റിക്കൽ റിഗ്രഷൻ ആണ്. ലീസ്റ്റ് സ്ക്വയറിൽ വരുമ്പോൾ അവിടെ കുറച്ച് മാത്തമാറ്റിക്കൽ കണക്ഷൻസ് കൂടുതൽ കാണാൻ സാധിക്കും. മാത്തമാറ്റിക്കൽ റിഗ്രഷൻ ആർ യൂസ് ഡിറ്റർമൈൻ ദ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് വരയ്ക്കാൻ നമ്മൾ മാത്തമാറ്റിക്കൽ കണക്ഷൻസ് യൂസ് ചെയ്യണമെന്ന് പറയുന്നതാണ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. അപ്പോൾ ലീസ്റ്റ് സ്ക്വയറിന് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഓക്കെ, ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ലീസ്റ്റ് സ്ക്വയർ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബെസ്റ്റ് ഓഫ് ഇറ്റ് ഷുഡ് ബി ഡ്രോൺ സച്ച് എ മാനർ ദാറ്റ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓർ ഡിഫറൻസസ് ബിറ്റ്വീൻ the value of the non-dependent variable and the corresponding value obtained from the line of best fit should be least. ഇവിടെ രണ്ട് റിലേഷൻഷിപ്സ് വരും, YO and YE. YO representing the non-value of the dependent variable and YE is represent the corresponding value of the dependent variable obtained from the line. അപ്പോൾ നമുക്ക് രണ്ട് ഡിപ്പെൻഡന്റ് വേരിയബിൾസ് അവിടെ വരുന്നു. ഒന്ന് നമുക്ക് അറിയാവുന്ന ഡിപ്പെൻഡന്റ് വേരിയബിളും മറ്റത് കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ആയിട്ടുള്ള ഡിപ്പെൻഡന്റ് വേരിയബിളും. അത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ട് അതിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് കാണുന്നതാണ് നമ്മുടെ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഓക്കെ, ദിസ് എ പ്രിൻസിപ്പിൾ ദാറ്റ് the sum of the squares are different. So it's a sum. The sigma is the sum of the squares. There's a squares of the differences between the value of dependent variable. That means non-value. That's a non-value. YO is representing the non-value of the dependent variable, and the corresponding value YE is representing the corresponding value of the dependent variable obtained from the line. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ട് അതിൻ്റെ സ്ക്വയർ ചെയ്യുന്ന കൺസെപ്റ്റാണ് മെത്തേഡ് ഓഫ് ദ ലീസ്റ്റ് സ്ക്വയർ. And Y is always the dependent variable and X is always the independent variable. അപ്പോൾ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറിലേക്ക് പോകുമ്പോൾ അവിടെ കാണാൻ സാധിക്കും ഒരു മാത്തമാറ്റിക്കൽ ഫ്രെയിമിംഗ് ആണ്. റിഗ്രഷൻ ലൈൻസ് വരയ്ക്കാൻ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യണത്. ദ പ്രിൻസിപ്പിൾ ഈസ് ലൈക്ക് എ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓർ ഡിഫറൻസ് സിഗ്മ Y minus YE all square. YO is representing non-value of the dependent variable. YE is representing the corresponding value of the dependent variable. ഇത് രണ്ട് നമ്മൾ ഡിഫറൻസ് കണ്ട് അതിൻ്റെ സ്ക്വയർ ചെയ്ത് വരുന്നതാണ് നോർമലി ദ മെത്തേഡ് ഓഫ് ദ ലീസ്റ്റ് സ്ക്വയർ. ഓക്കെ, ആൻഡ് ദിസ് സെക്കൻഡ് മെത്തേഡ് ഇസ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് റിഗ്രഷൻ ലൈൻസ് വരയ്ക്കാം. വൺ ഈസ് എ ഫ്രീ ഹാൻഡ്, നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ സാധിക്കും. അത് ജസ്റ്റ് ഫ്രീക്വൻസി കേഴ്സ് വരയ്ക്കുന്ന അതേ എലമെന്റിൽ വരയ്ക്കാം. ദെൻ സ്ട്രേറ്റ് ലൈൻസ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റിഗ്രഷൻ ലൈൻസ് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റിഗ്രഷൻ ലൈൻസ് സ്ട്രേറ്റ് ലൈനോട് കണക്ട് ചെയ്ത് തന്നെ വരയ്ക്കാനായിട്ട് സാധിക്കും. ഇറ്റ്സ് ബെറ്റർ ടു ഡ്രോ ദ സ്ട്രേറ്റ് ലൈൻ ത്രൂ ദ പ്ലോട്ടഡ് പോയിന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കർവ് പോസിബിൾ. ദെൻ ഇവിടെ നമ്മൾ അതുപോലെ കർവ്സ് വരയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക് സ്ട്രേറ്റ് ലൈൻസ് ആണ് വരയ്ക്കുന്നത്. കണക്ട് ചെയ്യുമ്പോൾ സ്ട്രേറ്റ് ലൈൻ തന്നെ വരയ്ക്കണം. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. Method of least square is a mathematical element of the regression analysis, and we are connecting the two important elements of YO and YE. YO representing the non-value of the dependent variable, YE is corresponding value of the dependent variable. That is the difference ആണ് least square നമ്മൾ use ചെയ്യണത്. Okay, this is the important methods of the least square. Let me conclude the first we discuss what you mean by the term is the regression. The regression means it's estimation or prediction of the unknown value of one variable from the known value of other variable. The unknown values is known as the dependent. Known value is known as the independent. So Blair suggests that there is an average relationship between the two or more variables,
and the two or more variable can see the regression, and the two important variables here, the one is a dependent variable, another one is a independent variable. And the cause and effect relation, the regression always there is a cause and effect relation. The example y is represented the cause, and there is effect is what is relating with your the cause, that's what. And here there is a start raining is a cause, and I need an umbrella is an effect. Okay, there is a cause and effect relationship. And this normal equation of the regression, y equal to a plus bx. Y is your the dependent variable and x is your the independent variable. A is the intercept and B is slope over the coefficient. And what is the independent variable? The dependent variable is a dependent on the independent variable. That means whose values influence or is to be predicted is called the dependent variable. And what is the independent variable? The variable which is influence the value is used for the prediction. Dependent variable കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ variable അതിനെ പറയുന്ന പേരാണ് independent variable. So there is a cause and effect point of view as a cause. But the causes are always independent variable. The cause is always related to the independent variable. Effect is relating with your the dependent variable. There is a cause and effect relationship. The cause is always relating with the independent variable, and effect is relating with your the dependent variable. Okay, and after the different types of regression, there is simple regression, relation with two variables. One is dependent, another one is independent. Multiple regression, there is a one dependent variable and two or more independent variables. So that is a multiple regression. And the linear regression is like a straight line curve. There is a proportionate change. And non-linear, there is no proportionate change, and there is no straight line relation. That is non-linear. And this line of best fit, suppose you are plotting the points in the graph, get the plotted points like a straight line. We can see the regression line. This line is known as the line of the best fit. Okay, that is a line of best fit. And this is a method of drawing the regression line. This is a method of drawing regression. That is a freehand curve method. We can use a freehand curve method for drawing the regression line. And second one is method of least square. Second method, this is a mathematical regression analysis, or using the formula sigma yo minus ye all square. And yo representing the known value of the dependent variable, y is representing the corresponding value of the dependent variable. So that is a logic. Y is always your the dependent and x is your the independent variable. Okay, that is the methods for drawing of your the regression line. Okay, anyway, thank you so much, and thank you for watching me.